പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ചുള്ള CPI തർക്കത്തിലേക്കാണ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച് ഇനി പരസ്യ പ്രതികരണം വേണ്ടെന്ന് CPM നേതാക്കൾക്ക് നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. CPIയെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ട എന്നാണ് തീരുമാനം. അനുനയ നീക്കത്തിലേക്കും CPM കടക്കില്ല. പ്രശ്നപരിഹാരത്തിന് സമയമുണ്ടെന്നാണ് വിലയിരുത്തൽ. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ഇതിൽ കടുത്ത നിലപാടിലേക്ക് CPI കടന്നേക്കുമെന്ന് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു പക്ഷേ സഭയിൽ പ്രത്യേക ബ്ലോക്ക് ആയിരിക്കുന്നത് ഉൾപ്പെടെ CPIയുടെ പരിഗണനയിൽ ഉണ്ടെന്നൊക്കെ വിവരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്നാണോ ഇപ്പോൾ പരസ്യ പ്രതികരണം നടത്തി വീണ്ടും CPIയെ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം CPM നൽകിയത്? CPI കടുത്ത നിലപാടിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അത് പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രസ്താവനയാണ്. അതായത് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇനിയൊരു ചർച്ചകളിലേക്കില്ല, അതിൽ താനൊരു കത്ത് സ്പീക്കർക്ക് നൽകിയാൽ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടും, അത് CPM MLAയുടെ പേരായിരിക്കുമെന്ന് അസന്നിഗ്ധമായി പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കിയതാണ്. അതാണ് CPIയെ പ്രകോപിപ്പിക്കുകയും CPIയെ അവഹേളിക്കുന്ന നിലയിലായി പിണറായി വിജയന്റെ പ്രസ്താവന. അത് അപക്വവും ഒപ്പം തന്നെ പദവിക്ക് നിരക്കാത്തതുമാണ് എന്നുള്ളതായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ശക്തമായ നടപടിയിലേക്ക് CPI കടക്കും എന്നുള്ളൊരു ആലോചന ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അടുത്ത മാസം 10-ാം തീയതിയാണ് സെക്രട്ടേറിയറ്റ് യോഗം ചേരാൻ പോകുന്നത്. അന്നായിരിക്കും ഇതിലൊരു പ്രാഥമികമായ ആലോചന, എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. അതിനുശേഷം നേതൃയോഗങ്ങൾ 18-ാം തീയതി ചേരുന്നുണ്ട്. അന്ന് അതിൽ ഒരു നിർണായകമായ തീരുമാനത്തിലേക്ക് CPI പോകാനിരിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് നിലവിൽ CPI ഇനി പ്രകോപിപ്പിക്കേണ്ടതില്ല, പിണറായി വിജയൻ പറഞ്ഞതിരിക്കട്ടെ, അതിനപ്പുറം മറ്റേതെങ്കിലും നേതാക്കൾ ഇക്കാര്യത്തിൽ പരസ്യമായ ഒരു പ്രസ്താവനയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം CPM സംസ്ഥാന നേതൃത്വം മറ്റ് നേതാക്കൾക്ക് നിലവിൽ നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ പ്രകോപനത്തിലേക്ക് പോയി മുന്നണിയിൽ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുത്. നിലവിൽ എന്തായാലും ഉപനേതൃ പദവിയുമായി ബന്ധപ്പെട്ട അടുത്ത നിയമസഭാ സമ്മേളനം ചേരുന്നതുവരെ അതിന് സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ധൃതിപ്പെട്ടുള്ള ഒരു തീരുമാനം, CPIയെ നിരന്തരമായി പ്രകോപിപ്പിക്കുന്ന ഒരു തീരുമാനം, പ്രതികരണം, അത് നേതാക്കളാരും കൈക്കൊള്ളേണ്ടതില്ല എന്നുള്ളതാണ് CPM സംസ്ഥാന നേതൃത്വം ഇപ്പോൾ മറ്റ് പ്രധാന നേതാക്കൾക്കെല്ലാം നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതാണ് പിണറായി വിജയൻ അപ്പുറം മറ്റാരും ഈ വിഷയത്തിൽ മറ്റ് പ്രതികരണങ്ങൾ ഇപ്പോൾ നൽകാതിരിക്കുന്നത്. LDF കൺവീനർ TP രാമകൃഷ്ണൻ ഉൾപ്പെടെ പിണറായി വിജയന്റെ പ്രസ്താവനയിൽ മറ്റേതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ നിലവിൽ തയ്യാറായിട്ടില്ല. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും തയ്യാറായിട്ടില്ല. അങ്ങനെ പിണറായി വിജയന്റെ പ്രസ്താവന മാത്രമായി അത് നിൽക്കട്ടെ എന്നുള്ളതാണ്. ഒപ്പം തന്നെ CPI നേതൃത്വം ഇക്കാര്യത്തിലുള്ള കടുത്ത എതിർപ്പ്, അതൃപ്തി, അത് CPM നേതൃത്വത്തെ കൂടി അറിയിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ കഴിഞ്ഞ കാലങ്ങളിൽ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഒക്കെ കാണിച്ച അതേ ധാർഷ്ട്യത്തോടെയുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നുള്ള നിലപാടാണ് ഇക്കാര്യത്തിലും CPIക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പിണറായി വിജയന്റെ നിലപാടിന് വഴങ്ങിക്കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വത്തെ ഒരു തവണ കൂടി ഇടപെടിക്കാനുള്ള കടുത്ത നിലപാടിലേക്ക് പോയാലും ഒരു അനുനയ നീക്കം തങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടതില്ല എന്ന് തന്നെയാണോ CPM തീരുമാനിച്ചിട്ടുള്ളത്? തീർച്ചയായും ഇക്കാര്യത്തിൽ CPMനെയും വളരെ പ്രകോപനത്തിലേക്ക് നീക്കിയിട്ടുണ്ട് ഈ വിഷയം. കാരണം CPI നിരന്തരമായി ഇക്കാര്യത്തിൽ പരസ്യ പ്രസ്താവനയാണ് നടത്തുന്നത്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ഉപനേതൃ പദവി തങ്ങളുടെ അവകാശമാണ് എന്നുള്ള നിലയിലുള്ള പ്രതികരണങ്ങൾ നിരന്തരമായി നടത്തുന്നുണ്ട്. അത് ഒന്നുകിൽ ഉഭയകക്ഷി ചർച്ചകളിലോ അല്ലെങ്കിൽ LDF യോഗങ്ങളിലോ ഒക്കെയാണ് ഇക്കാര്യം ഉന്നയിക്കേണ്ടത് എന്നുള്ളതാണ് CPMന്റെ നിലപാട്. CPI ഇങ്ങനെ മുന്നണിയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന നിലയിലുള്ളൊരു പരസ്യ പ്രസ്താവനകൾ തുടരുകയാണ്, നിലപാട് തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള അനുനയ നീക്കവും ഇനി ആവശ്യമില്ല. കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെ ഇടപെട്ടതാണ്. മറ്റൊരു പദവി അത് നൽകാം എന്നുള്ള നിർദ്ദേശം CPM തന്നെ മുന്നോട്ട് വെച്ചതാണ്. അന്ന് MN സ്മാരകത്തിൽ TP രാമകൃഷ്ണൻ എത്തുകയും അത്തരം നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ നിർദ്ദേശം പോലും അവഗണിക്കുകയാണ് CPI ചെയ്തത്. ഉപനേതൃ പദവിക്കപ്പുറം മറ്റൊരു പദവിയും തങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് CPI തുടർന്നുകൊണ്ടിരുന്നത്. അതിന് പ്രധാനമായും CPI പറഞ്ഞിരുന്നത് കഴിഞ്ഞ ഭരണത്തിലുള്ള ഘട്ടത്തിൽ ഒക്കെ CPMഉം ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും അന്ന് സ്വീകരിച്ചിരുന്നത് ഒറ്റയ്ക്ക് ഉള്ള തീരുമാനങ്ങളായിരുന്നു, ഏകപക്ഷീയമായ തീരുമാനങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോയത്. അതിനൊരു കൂട്ടായ നേതൃത്വം വേണം. അങ്ങനെ രണ്ട് നേതൃപദവികൾ ഉണ്ടായാൽ ഒരു കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമായി നിലപാടുകൾ സ്വീകരിക്കാം എന്നുള്ളതാണ് CPI ഉപനേതൃ പദവി വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വ്യക്തമാക്കിയത്. പക്ഷേ അത് അങ്ങനെ ഒരു കീഴ്വഴക്കമേ നിലനിൽക്കുന്നില്ല. എല്ലാ കാലത്തും പ്രതിപക്ഷ ഉപനേതൃ പദവി അത് CPM തന്നെയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇത്തവണ KN ബാലഗോപാലിന് തന്നെ ആ പദവി നൽകണം എന്നുള്ളതാണ് CPM എന്തായാലും പറയുന്നത്. അതിലാണ് തർക്കം നിലനിൽക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ തർക്കവും ചർച്ചയും നിലനിൽക്കുന്നതിനിടയിലാണ് പിണറായി വിജയൻ അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല, താൻ ഒരു കത്ത് സ്പീക്കർക്ക് നൽകും, അത്
CPM-ന്റെ MLA-യുടെ പേരായിരിക്കും എന്ന് വ്യക്തമാക്കുകയും ഒരു ചർച്ച നിലനിൽക്കുന്നതിനിടയിൽ അങ്ങനെ ഒരു പരസ്യ പ്രസ്താവന നടത്തുകയും ചെയ്തത്. അതാണ് CPI പ്രകോപിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇനി മറ്റ് CPM നേതാക്കൾ പ്രതികരിക്കേണ്ടതില്ല എന്നുള്ളതാണ് CPM തീരുമാനമെടുത്തിരിക്കുന്നത്. ശരി. എന്തായാലും ഇനിയിപ്പോൾ കൂടുതൽ പ്രതികരണം നടത്തി CPI-യെ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് CPM. ഇവിടെ ഇതാ മുഹമ്മദ് അലി പറയുന്നത് CPI നട്ടെല്ല് പണയം വെച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കടുത്ത നിലപാടിൽ തന്നെയാണ് CPI ഉള്ളത്. പദവി കിട്ടിയേ തീരൂ, പക്ഷേ ഒട്ടും തരാനും പോകുന്നില്ല എന്ന് CPM-ഉം മറുപടി പറയുന്നുണ്ട്. എന്തായാലും ഇതിന്റെ അവസാനം എന്താകുമെന്ന് നമുക്ക് പക്ഷേ ഒരല്പം ഒരധിക നേരം കാത്തിരിക്കേണ്ടി വരും എന്നാണ് വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത്.